ചില ആൾക്കാർ റിസൾട്ട് വന്നപ്പോൾ പറയുന്നുണ്ട്, പൊന്നു മാഷ എനിക്ക് ശരിക്കും 10A+ കിട്ടേണ്ടതായിരുന്നു, പക്ഷെ എനിക്ക് 9 കിട്ടിയിട്ടുള്ളൂ, എവിടെയോ എന്തോ ഒരു കയ്യബദ്ധം പറ്റിയിട്ടുണ്ട്, എന്റെ പേപ്പർ ഒന്നും കൂടി നോക്കണം. അങ്ങനെ പറയുന്ന ആൾക്കാർക്കൊക്കെ ദേ വന്നിട്ടുണ്ട് നമ്മുടെ റീവാലുവേഷന്റെ ഡേറ്റ്, സ്ക്രൂട്ടിനി, ഫോട്ടോസ്റ്റാറ്റ്, ഇതിനെല്ലാം കൂടി ഒരു സർക്കുലർ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഒന്നും പേടിക്കേണ്ട, ഫുൾ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ കാര്യം, നല്ല ശുഭാപ്തി വിശ്വാസത്തോടെ തളരാണ്ടിന്റെ മക്കള് ഇപ്പോഴും പേടിക്കരുത്, ടെൻഷൻ അടിക്കരുത്, ഹാപ്പി ആയിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഒരു പക്ഷേ ചിലപ്പോൾ ഇത് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങളുടെ A+ എണ്ണം ഒരിത്തിരി കൂടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആദ്യത്തെ പോയിന്റ്, സർ എന്ന് മുതൽ എന്ന് വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക? മെയ് 16 മുതൽ മെയ് 21 വരെ സമയമുണ്ട്, ഏകദേശം ഒരു 6 ദിവസം സമയമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതൊക്കെ എന്താ മാഷേ? എടാ, ഒരാൾ റീവാലുവേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നതാണ് ഫിസിക്സ് നിങ്ങൾക്ക് ശരിക്കും ഒരു ചോദ്യത്തിലല്ല 40 കിട്ടേണ്ടതാണ്, പക്ഷെ എവിടെയോ കയ്യബദ്ധം പറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, ആ മാഷ് ഒന്നും കൂടി ആ പേപ്പർ നോക്കണം എന്ന അഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കാം. റീവാലുവേഷൻ കൊടുക്കുകയാണെങ്കിൽ ഒരു മാഷ് നിങ്ങളുടെ പേപ്പർ ഒന്നും കൂടി നോക്കും. ശരിക്കും നിങ്ങൾക്ക് അർഹതപ്പെട്ട മാർക്ക് കിട്ടിയിട്ടില്ലേ, 4 മാർക്കിന്റെ ഒരു ചോദ്യത്തിന് ഫുള്ള് ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ 4 തന്നെ കൊടുത്തിട്ടില്ലേ, അതിന് പകരം 3 ആണോ കൊടുത്തത് എന്നൊക്കെ നിങ്ങളുടെ പേപ്പർ ഒന്നും കൂടി നോക്കുന്ന ഒരു പരിപാടിയാണ് റീവാലുവേഷൻ. ഇതിന് ഒരു പേപ്പറിന് 400 രൂപ വെച്ചാണ് കൊടുക്കുന്നത്. ഒരു പേപ്പറിന് 400. അപ്പൊ ഫിസിക്സിന്റെ കൂടെ കെമിസ്ട്രി കൂടി റീവാലുവേഷൻ ചെയ്യുകയാണെങ്കിലോ 400 + 400 800 കൊടുക്കണം. അപ്പൊ ചിലർക്ക് ചോദിക്കും, സർ റീവാലുവേഷൻ കൊടുത്ത് അഥവാ മാർക്ക് കൂടി, ഗ്രേഡ് മാറി, എനിക്ക് എന്റെ പൈസ തിരിച്ചു കിട്ടുമെന്ന്. നിങ്ങൾക്ക് ഗ്രേഡ് മാറുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യടാ, ആ കൊടുത്ത പൈസ തിരികെ ലഭിക്കും. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ? ചിലർക്കായിരിക്കും, സർ എനിക്ക് ഫിസിക്സിൽ ഇപ്പൊ A ഗ്രേഡാ, ഞാൻ റീവാലുവേഷൻ കൊടുത്തപ്പം പാവം ഞാൻ മൊയെ എന്റെ ഗ്രേഡ് B+ ആയി. അപ്പൊ എന്റെ ഗ്രേഡ് പുതിയ സർട്ടിഫിക്കറ്റിൽ A ആണോ വരിക, അയ്യോ എന്റെ അഹങ്കാരം കൊണ്ട് B+ ആണോ വരിക? നിങ്ങൾ മനസ്സിലാക്കുക, ബെസ്റ്റ് ഓഫ് 2 എടുക്കുക. സോ പണ്ടത്തെ ഗ്രേഡ് ആണ് ഇപ്പത്തേനേക്കാൾ കൂടുതൽ എന്നുണ്ടെങ്കിൽ മുൻപത്തെ നല്ല A ഗ്രേഡ് ആയിരിക്കും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിൽ വരിക. സോ റീവാലുവേഷൻ കൊടുക്കണോണ്ട് ഒരു സംശയവും വേണ്ട, ഒരു പേടിയും പേടിക്കേണ്ട, നല്ലതാണ്. സോ ആർക്കെങ്കിലും അങ്ങനെ ഒരു പേടി നിങ്ങൾക്ക് തോന്നുകയാണ്, ശരിക്കും അർഹതപ്പെട്ട ഗ്രേഡ് കിട്ടിയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ കൊടുത്തോളൂ. നോ നാണം നോ മാനം, ധൈര്യമായിട്ട് കൊടുത്തോളൂ. ഒരു പേപ്പറിനാണ് 400 രൂപ. ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞാൽ എന്താ സാറേ? ഈ ഫോട്ടോ കോപ്പിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഫിസിക്സിന്റെ ഒരു ഫോട്ടോ കോപ്പിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തു, ഒരു പേപ്പറിന് 200 രൂപയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവർ നിങ്ങൾക്ക് നിങ്ങൾ എഴുതിയ ഫിസിക്സിന്റെ എക്സാമിന്റെ ആൻസർ പേപ്പറിൽ ഇടാം നിങ്ങളുടെ പേപ്പർ, അത് ഫോട്ടോ കോപ്പി ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഭാവിയിൽ ഇങ്ങനെ പറയുക, കണ്ടോ ഞാൻ എഴുതിയ SLCന്റെ ഫോട്ടോ കോപ്പി ഇതാ, ഞാൻ എഴുതിയ ക്വസ്റ്റ്യങ്ങൾ ആരടുത്തില്ലല്ലോ, എൻ്റെ അടുത്തുണ്ടല്ലോ. ഇതൊരു സ്മരണാർത്ഥം. ചില ആൾക്കാർക്ക് അതൊക്കെ ഭയങ്കര വികാരമായിരിക്കും. സോ നിങ്ങൾ എഴുതിയ പരീക്ഷന്റെ പേപ്പർ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു സബ്ജക്റ്റിന് 200 രൂപ വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അടുത്തൊന്നാണ് സ്ക്രൂട്ടിനി. എന്താ സാർ ഈ സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ? സൂക്ഷ്മ പരിശോധന. അതായത് നീ സ്ക്രൂട്ടിനിക്ക്, നിങ്ങളിപ്പോൾ ഫിസിക്സ് സ്ക്രൂട്ടിനിക്ക് വേണ്ടി കൊടുത്തുനിരിക്കുക. അപ്പൊ അവരെന്താ ചെയ്യുക? അവരിങ്ങനെ നോക്കും ടോട്ടൽ മാർക്ക്, ഇങ്ങനെ ഒരു മാഷ് കൂട്ടിയോടത്ത് വല്ല തെറ്റുണ്ടോന്ന്. അല്ലാതെ ഇവിടെ എന്തെങ്കിലും നിങ്ങൾ എഴുതിയ ഉത്തരം പരിശോധിക്കൂല, മാഷ് ടോട്ടൽ കൂട്ടുന്നതിൽ വല്ല മിസ്റ്റേക്ക് ഉണ്ടോ അത് മാത്രം അവരെന്ത് ചെയ്യും, ഒന്നും കൂടി ഒന്ന് സൂക്ഷ്മ പരിശോധന ചെയ്യും. അതായത് 5 + 4 + 9 അങ്ങനെ മൊത്തം കൂട്ടിയിട്ട് ശരിക്കും 39 ഉണ്ടായിരുന്നു, മാഷ് 35 ഇട്ടിട്ടുള്ളൂ. സോ ടോട്ടലുകളൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെയുള്ളൊരു പരിശോധന മാത്രമാണ് സ്ക്രൂട്ടിനിയിൽ നടത്തുക. റീവാലുവേഷൻ കൊടുക്കുകയാണെങ്കിൽ സ്ക്രൂട്ടിനിക്ക് എന്ത് ചെയ്യേണ്ടതില്ല, കൊടുക്കേണ്ടതില്ല. റീവാലുവേഷൻ കൊടുത്താൽ ഇതൊക്കെ ഓൾറെഡി എന്ത് ചെയ്യും. സോ നിങ്ങളോട് ഞാൻ പറയാണ്, പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അങ്ങോട്ടോ ഒരു സംശയമുണ്ട്, ഉള്ളിലൊരു എന്തോ ഒരു നീറ്റലുണ്ട്, നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്ക് ശരിക്കും A+ കിട്ടണമായിരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് റീവാലുവേഷൻ കൊടുക്കുന്നതാണ്. 400 രൂപയാണ് അതിന്റെ ഫീസ്. അപ്പൊ ചിലർ വരും, ഓക്കെ സാർ ഞങ്ങൾക്ക് ഇത് 3 മനസ്സിലായി, ഞങ്ങൾ റീവാലുവേഷൻ കൊടുക്കാൻ തീരുമാനിച്ചു, എനിക്ക് എന്തായാലും ഫിസിക്സോ അല്ലെങ്കിൽ സോഷ്യലോ റീവാലുവേഷൻ കൊടുക്കണം. എങ്ങനെയാണ് മാഷെ ഞാൻ കൊടുക്കുക? അതിനുള്ളൊരു സൈറ്റാണ് www.slcexam.kerala.gov.in. ഈ ഒരു സൈറ്റിൽ നിങ്ങൾക്ക് തന്നെ അപ്ലൈ ചെയ്യാം. നിങ്ങളെ വീട്ടിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, നിങ്ങളെ മൊബൈൽ ഫോണിൽ അപ്ലൈ ചെയ്യാം. ഇനി അതെല്ലാം നിങ്ങൾക്ക് തോന്നുകയാണ് വേണ്ടെങ്കിൽ അക്ഷയ സെന്ററിൽ പോയിട്ട് അപ്ലൈ ചെയ്യണം, ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് അവിടെ പോയിട്ട് അപ്ലൈ ചെയ്യാം. ഈ സൈറ്റിൽ നിങ്ങൾ കയറുകയാണെന്നുണ്ടെങ്കിൽ ഇതേമാതിരത്തെ ഒരു പ്ലാറ്റ്ഫോം, ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ചെയ്ത് വരിക. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഓരോ സബ്ജക്റ്റിന്റെ പേരുണ്ടാവും കേട്ടോ. മലയാളത്തിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത്? റീവാലുവേഷൻ ആണെങ്കിൽ റീവാലുവേഷൻ ടിക്ക് ഇടുക. ഇനി അതല്ല റീവാലുവേഷൻ വേണം, ഫോട്ടോ കോപ്പി വേണം, അതിന് ടിക്ക് ഇടുക. റീവാലുവേഷൻ കൊടുക്കുകയാണെങ്കിൽ പിന്നെ എന്തിന് ടിക്ക് എടുക്കേണ്ട ആവശ്യമില്ല, സ്ക്രൂട്ടിനിക്ക് ടിക്ക് ഇടേണ്ട ആവശ്യമില്ല. സോ ഗൈസ്, നിങ്ങൾക്ക് അങ്ങനെ ഏതൊക്കെ സബ്ജക്റ്റിനാണോ റീവാലുവേഷൻ വേണ്ടത്, ഏതൊക്കെ സബ്ജക്റ്റിനാണോ ഫോട്ടോസ്റ്റാറ്റ് വേണ്ടത്, സ്ക്രൂട്ടിനി വേണ്ടത് എന്ന് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ളതാണ് കൊടുക്കുക. അപ്പോൾ ഓൾറെഡി ഒരിക്കൽ കൂടി ഇങ്ങനെ കാണിച്ചു തരും, ഇതൊക്കെ കേട്ടോ നിങ്ങൾ സെലക്ട് ചെയ്ത് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യണോ. ഒരൊക്കെ പറഞ്ഞാൽ അത് ഒരു കയ്യബദ്ധം പറ്റിയാലും എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. എന്നിട്ട് നിങ്ങൾ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു PDF കിട്ടും, ഒരു പ്രിന്റ് ഔട്ട് കിട്ടും. അപ്പോഴാണ് ഇനി അടുത്ത പരിപാടി. ആ പ്രിന്റ് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ സ്കൂളിലേക്ക് കൊണ്ടെടുക്കണം. അത് നിങ്ങൾ സ്കൂളിലേക്ക് കൊടുക്കുമ്പോൾ സ്കൂളിൽ നിന്നാണ് നിങ്ങൾ പൈസ കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു പേപ്പർ മാത്രം റീവാലുവേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ 400 കൊടുക്കേണ്ടത് അക്ഷയ സെന്ററിലല്ല, അതിന്റെ 400 കൊടുക്കേണ്ടത് സ്കൂളിലായിരിക്കണം. സ്കൂളിൽ നിങ്ങൾ അതിന്റെ പ്രിന്റ് ഔട്ടിന്റെ കൂടെ തന്നെ അതിന്റെ പൈസ കൂടി കൊടുക്കുന്ന സമയത്ത് അവിടുത്തെ HM നിങ്ങൾക്ക് ഒരു സ്ലിപ്പ് തരും. ആ സ്ലിപ്പ് നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം.
വെക്കണം. കാരണം എന്താ, SLCന്റെ റിസൾട്ട് വരുന്ന സമയത്ത് നമുക്കത് ചിലപ്പോൾ ആവശ്യം ഉണ്ടാവും. സോ ഈ ഒരു പ്രിന്റ് ഔട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സൂക്ഷിച്ചു വെക്കണം. ഇതാണ് നമ്മളെ ഓവറാൾ ഒരു പരിപാടി. സെറ്റ് അല്ലേ? ഇതാണ് നമ്മളെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. 16-ാം തീയതി മുതൽ 21-ാം തീയതി വരെ നിങ്ങൾക്ക് സമയമുണ്ട്. ഒന്നും കൊണ്ട് പേടിക്കേണ്ട. ആർക്കെങ്കിലും തോന്നുകയാണ് സാറേ ശരിക്കും എനിക്ക് A+ കിട്ടേണ്ടതായിരുന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളെ ഞാൻ വീണ്ടും പറയാണ്, റീവാലുവേഷന് കൊടുത്തോ, പോയാ ഒരു 400 പോവുള്ളൂ. അതിൽ പിന്നെ നിങ്ങൾക്ക് ഒരു സങ്കടം വേണ്ട, കൊടുത്തോ. ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുത്തോ. കൂട്ടി കിട്ടുന്ന ആൾക്കാരുണ്ട്, കുറെ ആൾക്കാർക്ക് മാറിയിട്ടുണ്ട്. മാറിയ പൈസ തിരിച്ചും കിട്ടും. ഓക്കെ അല്ലേ? സോ ഗൈസ് ഇതൊന്നും എന്ത് ചെയ്യുക, കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ കൊടുക്കുക. ഞാൻ പറഞ്ഞ് ഒരു ആഗ്രഹവും ഇല്ല, ഒരു ആവശ്യവും ഇല്ല, എനിക്ക് ഇതേ അർഹത ഉള്ളൂ എന്നുണ്ടെങ്കിൽ കൊടുക്കാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് ഉള്ളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ കൊടുത്തോ എന്നാണ് ഞാൻ പറഞ്ഞത്. ബാക്കിയുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ നമ്മൾ EduPod+1 എന്നുള്ള യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും EduPod+1 എന്നുള്ള യൂട്യൂബ് ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സോ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തായിരിക്കും ഗൈസ്. നിങ്ങളെ കൂടെ EduPod ഉണ്ട്, വേണ്ട വിവരങ്ങളെല്ലാം നമ്മൾ തരും കേട്ടോ. സോ ഗൈസ് ബൈ.